हिंदी 3rd चैप्टर പക്ഷി और दिमक പക്ഷി और दीमक പക്ഷിയും ചിതലും മുക്തിബോധ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഏക് ദ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലെ ആസ്മാൻ മേം, അത് നീലാകാശത്തിൽ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ താ, വളരെ ഉയരത്തിൽ പറക്കുമായിരുന്നു. ഉസ്കെ സാത്ത്, അതിന്റെ കൂടെ ഉസ്കെ പിതാ ഔർ മിത്ര ബീദേ, അതിന്റെ അച്ഛനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സബ് ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി തേ, അവയെല്ലാം വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉസ്കി നിഗാഹേം ബി ബഡി തേസ് ദി, ഉസ്കെ നിഗാഹേം ബി ബഡി തേസ് ദി, അവയുടെ ദൃഷ്ടിയും വളരെ തീക്ഷ്ണമായിരുന്നു, കണ്ണുകളും വളരെ ഷാർപ്പായിരുന്നു. ഉനേൻ ദൂർ ദൂർ കി ഭനക്ക്, അവയ്ക്ക് ദൂരെയുള്ള ശബ്ദങ്ങളും, അവർ ദൂർ ദൂർ കി മെഹക്ക്, ദൂരെയുള്ള ഗന്ധവും സ്മെല്ലും, ബി മിൽ ജാത്തി, അതും കിട്ടുമായിരുന്നു. ഏക് ദിൻ വഹ് നൗജവാൻ പക്ഷി, ഒരു ദിവസം ആ ചെറുപ്പക്കാരനായിട്ടുള്ള പക്ഷി ജമീൻ പർ ചൽത്തി ഹുയി ഏക് ബൈൽ ഗാഡി കോ ദേഖ് ലേത്താ ഹെ, താഴ്ത്തുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാളവണ്ടി കണ്ടു. ഉസ്മേ ബഡേ ബഡേ ബേരെ ബരെ ഹുയേ ഹെ, അതിൽ വലിയ വലിയ ചാക്കുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു. ഗാഡിവാല ചില്ലാ ചില്ലാക്കർ കഹ്താ ഹെ, ആ വണ്ടിക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ദോ ദിമക്കേം ലോ ഏക് പങ്ക് ദോ, ദോ ദിമക്കേം ലോ, രണ്ട് ചിതലുകൾ എടുത്തോളൂ, ഏക് പങ്ക് ദോ, ഒരു തൂവൽ തരൂ, ഒരു തൂവൽ തരൂ, രണ്ട് ചിതലുകൾ എടുത്തോളൂ. അങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ കാളവണ്ടിക്കാരൻ പോകുന്നുണ്ടായിരുന്നത്. ഉസ് നൗജവാൻ പക്ഷിക്കോ, ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ദീമക്കോം കാ ഷൗക്ക് താ, ചിതലുകളെ വലിയ ഇഷ്ടമായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്. വൈസേത്തോ ഊഞ്ചേ ഉഡ്നെ വാലെ പഞ്ചിയോം കോ, വൈസേത്തോ ഊഞ്ചേ ഉഡ്നെ വാലെ പഞ്ചിയോം കോ, അങ്ങനെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് ഹവാമേ ഹി ബഹുത് സേ കീടേ തൈർത്തെ ഹുയെ മിൽ ജാത്തെ, ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് വായുവിൽ നിന്ന് തന്നെ കുറെ കീടങ്ങളെയൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു ഭക്ഷിക്കാനായിട്ട്. ജിനേം ഖാക്കർ വേ അപ്പനി ഭൂഖ് തോടി ബഹുത് ശാന്ത് കർ ലേത്തെ, അവയെ തിന്നുകൊണ്ടാണ് ഈ പറക്കുന്ന പക്ഷികളൊക്കെ അവയുടെ വിശപ്പ് അടക്കിയിരുന്നത്. ലേക്കിൻ ദീമഖേം സിർഫ് ജമീൻ പർ മിൽത്തി തി, എന്നാൽ ചിതലുകൾ ഭൂമിയിൽ നിലത്ത് മാത്രമേ കിട്ടുള്ളൂ. കബി കബി പേടോം പർ, ചിലപ്പോ മരത്തിന് മുകളിൽ ഉണ്ടാവും. ജമീൻ സേ തനെ പർ ചടുക്കർ, അവ നിലത്ത് നിന്ന് മരക്കൊമ്പിൽ കയറും. ഊഞ്ചി ഡാൽ തക് വേ അപ്ന മട്ടി വാല ലംബ ഗർ ബനാലെത്തി, മരത്തിന് മുകളിൽ കയറിയിട്ട് അവ മണ്ണ് കൊണ്ട് വലിയ കൂടുണ്ടാക്കും, അവയുടെ വീടുണ്ടാക്കും. ലേക്കിൻ ഐസേ കുച്ച് ഹി പേട് ഹോത്തെ, പക്ഷെ അങ്ങനത്തെ മരങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഔർ വേ സബ് ഏക് ജഗ ന മിൽത്തെ, അവയൊന്നും ഒരു സ്ഥലത്ത് തന്നെ കിട്ടൂല, അവിടെ ഇവിടെയൊക്കെ പല സ്ഥലത്തും ആയിരിക്കും. നൗജവാൻ പക്ഷിക്കോ ലഗ, ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി, യഹ് ബഹുത് ബഡി സുവിധ ഹെ, ഇത് നല്ല സുഖമുള്ള കാര്യമാണ്, സൗകര്യമാണ്. കി എന്ന് ഏക് ആദ്മി ദിമക്കോം കോ ബോരോം മേ ഭർക്കർ ബേച്ച് രഹാ ഹെ, ഒരു മനുഷ്യൻ ദാ ചിതലുകളെ ചാക്കിൽ നിറച്ചിട്ട് വിൽക്കുന്നു, അത് വളരെ സൗകര്യമുള്ള കാര്യമാണ്. വഹ് അപ്നി ഊഞ്ചായിയോം ചോടുക്കർ, അത് തന്റെ ഉയരമൊക്കെ വിട്ടിട്ട് മൺഡ്രാത്താ ഹുവാ നീച്ചെ ഉത്തർത്താ ഹെ, അത് താഴേക്ക് പറന്നു വന്നു, അത് അതിന്റെ ഉയരമൊക്കെ വിട്ടിട്ട് താഴേക്ക് പറന്നു വന്നു. ഔർ പേട് കി ഏക് ഡാൽ പർ ബൈഠ് ജാത്താ ഹെ, അത് മരത്തിന്റെ ഒരു കൊമ്പിൽ വന്നിരുന്നു. ദോനോം കാ സൗദ തൈ ഹോ ജാത്താ ഹെ, രണ്ടുപേരുടെയും കച്ചവടം തയ്യാറാവുന്നു, നിശ്ചയിക്കപ്പെടുന്നു. രണ്ടുപേരും കച്ചവടം നിശ്ചയിക്കപ്പെടുന്നു. കച്ചവടം എന്താ വെച്ചാല്, പക്ഷി ഒരു തൂവല് പറിച്ചു കൊടുത്താൽ രണ്ട് ചിതലുകളെ കൊടുക്കും. അപ്പനി ചോഞ്ച് സേ
തന്റെ ചുണ്ടുകൊണ്ട് ഏക്ക് പർക്കോ ഖീഞ്ചുകർ ഒരു തൂവല് പറിച്ചെടുത്തിട്ട് തോഡ്നെമേം അത് പറിച്ചെടുക്കുന്നതിൽ ഉസേ തക്ലീഫ് ഹോത്തി ഹെ അതിന് നല്ല വേദന ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. ലേക്കിൻ ഉസേ വഹ് ബർദാശ്ത് കർ ലേത്താ ഹെ പക്ഷെ അത് സഹിക്കുന്നു, വേദന സഹിക്കുന്നു. മുമേം ബഡേ സ്വാദ് കെ സാത്ത് ദോ ദിമക്കെ ദബാക്കർ അത് വായില് നല്ല സ്വാദോട് കൂടിയിട്ട് രണ്ട് ചിതലുകളെ വെച്ച് അമർത്തിയിട്ട് വഹ് പക്ഷി ഫുർസെ ഉഡ്ജാത്ത ഹെ അത് പെട്ടെന്ന് തന്നെ പറന്നു പോകുന്നു. अब उस പക്ഷി को गाड़ी वाले से दो दिमकें खरीदने അപ്പൊ ഇപ്പൊ ഈ പക്ഷിക്ക് ഈ കാളവണ്ടിക്കാരനിൽ നിന്ന് രണ്ട് ചിതലുകളെ വാങ്ങിക്കുന്നതും और एक पर देने में ഒരു തൂവല് പറിച്ചു കൊടുക്കുന്നതിലും बड़ी आसानी മാലൂം ഹുയി വളരെ എളുപ്പമായി തീർന്നു. അപ്പൊ അത് എളുപ്പത്തിൽ അത് അറിയാമതിന് അത് പെട്ടെന്ന് പറിച്ചു കൊടുക്കും, രണ്ട് ചിതലുകളെ വാങ്ങിച്ചു തിന്നും. റോസ് തീസരെ പഹർ നീച്ചെ ഉത്തർത്ത അവള് ആ പക്ഷി എല്ലാ ദിവസവും മൂന്നാം യാമത്തിലെ മൂന്നാം യാമം എന്ന് വെച്ചാൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടൈമാണ് മൂന്നാം യാമം. അപ്പൊ അത് എന്നും മൂന്നാം യാമത്തിലെ റോസ് തീസരെ പഹർ നീച്ച ഉത്തർത്ത മൂന്നാം യാമത്തിൽ അത് താഴെ ഇറങ്ങും. അവർ ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് ദേക്കർ കാളവണ്ടിക്കാരനെ ഒരു തൂവല് കൊടുത്തിട്ട് ദോ ദിമക്കേം ഖരീദിലെത്ത രണ്ട് ചിതലുകളെ വാങ്ങിക്കും. കുച്ച് ദിനോം തക്ക് കുറച്ച് ദിവസങ്ങൾ ഐസാഹി ചൽത്താ രഹ അങ്ങനെ കടന്നുപോയി. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ ഒരു ദിവസം ആ പക്ഷിയുടെ അച്ഛൻ കണ്ടു. ഉസ്നെ സംജാനെ കി കോശിഷ് കി അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കി ബേട്ടെ ദിമക്കേം ഹമാരാ സ്വാഭാവിക് ആഹാർ നഹീ ഹൈ ചിതലുകൾ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ആഹാരമല്ല, സ്വാഭാവികമായിട്ടുള്ള ആഹാരമല്ല. അവർ ഉൻകെ ലിയേ അപ്നെ പങ്ക് തോ അവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചിറക് പങ്ക് തോ ഹർഗീസ് നെഹിം ദിയേ ജാ സക്തേ അതിന് പകരമായിട്ട് നമ്മൾ തൂവല് കൊടുക്കാൻ പാടില്ല. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സേ അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ എന്നാൽ ആ ചെറുപ്പക്കാരൻ പക്ഷി അഹങ്കാരത്തോട് കൂടിയിട്ട് മുഖം തിരിച്ചു കളഞ്ഞു, വേറെ വശത്തേക്ക് തിരിച്ചു. അച്ഛൻ പറഞ്ഞപ്പോ കേട്ടില്ല. ഉസേ ജമീൻ പർ ഉത്തർക്കർ ദിമക്കേം ഖാനേക്ക് ചട്ട് ലഗീതി അതിന് നിലത്തിറങ്ങിയിട്ട് ഈ ചിതലുകളെ തിന്നാൻ വളരെ ഇഷ്ടമായിരുന്നു. അബൂസേ നത്തോ ദൂസരേ കീടെ അച്ഛേ ലഗ്തേ ഇപ്പൊ അതിന് മറ്റു കീടങ്ങളൊന്നും ഇഷ്ടമാവണില്ല, വേറെ കീടങ്ങളൊന്നും വേറെ പുഴുക്കളൊന്നും അതിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നഫൽ പഴങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നാനാജ് ധാന്യങ്ങളൊന്നും അതിന് ഇഷ്ടപ്പെടുന്നില്ല. നാനാജ് കെ ദാനെ ധാന്യങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ദിമക്കോം ക ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ ഈ ചിതലിനോടുള്ള ഇഷ്ടം ഇപ്പോൾ അതിന് ആ പക്ഷിയിൽ ആധിപത്യം നേടിയിരുന്നു. അതായത് വേറെ ഒന്നും ഇപ്പൊ ഇഷ്ടമല്ല. ലേക്കിൻ ഐസാ കിത്തനെ ദിനോം തക് ചൽത്ത പക്ഷെ ഇങ്ങനെ എത്ര ദിവസം കഴിയാൻ പറ്റും. ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ ഘട്ടി ചലി ഗയി അതിന്റെ ചിറകിന്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഘട്ടി ചലി ഗയി കുറഞ്ഞുകൊണ്ടേയിരുന്നു. അബ് വഹ് ഊഞ്ചായിയോം പർ അപ്ന സന്തുലൻ സാധ് നഹീം സക്താ താ ഇപ്പൊ അത് ഉയരത്തിൽ പറക്കുമ്പോ അതിന് ബാലൻസ് കിട്ടുന്നില്ല. സന്തുലൻ സാധ് നഹീം സക്താ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ന ബഹുത് സമയ തക് പങ്ക് ഉസേ സഹാറ ദേ സക്തേ തേ ഇപ്പൊ അതിന്റെ ചിറകുകൾക്ക് തൂവലില്ലാത്ത കാരണം അതിന്റെ ചിറകുകൾക്ക് അധിക നേരമൊന്നും അതിനെ പറക്കാൻ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. സഹാറ ദേ സക്തേ തേ നാ ആദ്യമുണ്ട് അത് നഹീം എന്നാണ്, അതിന് സഹായിക്കാൻ കഴിയുന്നില്ല. ആകാശയാത്രക്കെ ദൗറാൻ ഉസേ ജൽദി ആകാശയാത്രക്കെ ദൗറാൻ ഉസേ ആകാശയാത്രയെ അത് ജൽദി പഹാടി ചട്ടാനോ അത് വേഗം പഹാടി ചട്ടാനും കുന്നിന്റെ മുകളിൽ അത് പെട്ടെന്ന് ഇറങ്ങും. ആകാശയാത്ര ദൗറാൻ ഈ ആകാശത്ത് പറക്കുന്ന സമയത്ത് ഉസേ അത് ജൽദി പെട്ടെന്ന് തന്നെ പഹാടി ചട്ടാനവും പേടോം കി ചോട്ടിയോം മരത്തിന്റെ കൊമ്പിലും ഗുബദോം അവർ ബുർജോം അത് മറ്റേ ടവറിന്റെ മുകളിലൊക്കെ വിളക്ക് കാലിന്റെ മുകളിലും ബുർജോം ടവറിന്റെ മുകളിലൊക്കെ അത് പെട്ടെന്ന് പറന്നിരിക്കും. അതിനധികം പറക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് കാണുന്നത്? മരത്തിന്റെ കൊമ്പിലോ കുന്നിന്റെ മുകളിലൊക്കെ അത് പെട്ടെന്ന് അത് പറന്ന് താഴ്ന്നു വന്നിരിക്കണം, കാരണം അതിന് ബാലൻസ് കിട്ടുന്നില്ല. ബുർജോം പർ
ഹാഫ്തെ ഹുയെ ബൈഠ് ജാനാ പഡ്ത, അത് കിതച്ചുകൊണ്ട് അത് അതിന്റെ മുകളിൽ ഇരിക്കുമായിരുന്നു. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്ര, അതിന്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഊഞ്ചായും പർ തൈർത്തെ ഹുയെ ആകെ ബഡ് ജാത്തെ, അവരും ഉയരത്തിൽ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പക്ഷിക്ക് പറക്കാൻ കഴിയുന്നില്ല. ബഹുത്ത് പിച്ചട് ജാത്ത, അത് വളരെ പിന്നിലായിരുന്നു. ഫിർ ബി ദീമക് ഖാനെ, ഫിർ ബി ദീമക് ഖാനെ കാ ഉസ്കാ ശൗഖ് കം നഹീ ഹുവ, എന്നിട്ടും ചിതലുകളെ തിന്നാനുള്ള അതിന്റെ താല്പര്യം, അതിന്റെ ഇഷ്ടം കുറഞ്ഞില്ല. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ तोड़ कर देता रहा, ചിതലിന് വേണ്ടിയിട്ട് വണ്ടിക്കാരന് അത് അതിന്റെ ചിറക് പറിച്ചു പറിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഫിർ ഉസ്നെ സോച്ച, പിന്നെ അത് ചിന്തിച്ചു, കി ആസ്മാൻ മേം ഉഡ്നാ ഹി ഫിജൂൽ ഹേ, പിന്നെ അത് ചിന്തിക്കാൻ തുടങ്ങി, ആകാശത്ത് പറക്കുന്നതൊക്കെ ഉപയോഗശൂന്യമാണ്, യൂസ്ലെസ് ആണ്. ഫിജൂൽ ഹേ, യൂസ്ലെസ് ആണ്. വഹ് മൂർഖും കാം കാം ഹേ, അത് മൂർക്ക് വിഡ്ഢി, വിഡ്ഢികളുടെ ജോലിയാണ്. കാം ജോലി. ഉസ്കി ഹാലത്ത് യഹ്ദി, അതിന്റെ അവസ്ഥ ഇപ്പൊ ഇതായിരുന്നു. കി അബ് വഹ് ആസ്മാൻ മേ ഉഡ് ഹി നഹീ സക്താ താ, ഇപ്പൊ അതിന് ആകാശത്ത് പറക്കാനേ കഴിയില്ല. വഹ് സിർഫ് ഏക് പേഡ് സേ ഉഡ്കർ, ഒരു മരത്തിൽ നിന്ന് ഇങ്ങനെ അത് ഉഡ്കർ പറന്നിട്ട് ദൂസരെ പേഡ് തക് പहुंच जाता, അടുത്ത മരത്തിലേക്ക് അത് പറക്കും. ആകാശത്ത് പറക്കാൻ പറ്റില്ല, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പറക്കാൻ പറ്റും. ധീരെ ധീരെ ഉസ്കി യേ ശക്തി ഭി കം ഹോത്തി ഗയി, പിന്നെ ധീരെ ധീരെ പതുക്കെ പതുക്കെ ഇതിനുള്ള ശക്തിയും കുറഞ്ഞു. और एक समय वह आया, ഒരു സമയം വന്നു, जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर, ഇപ്പോ ഒരു കൊമ്പിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പോവാൻ തന്നെ ചൽക്കർ, അതിങ്ങനെ നടന്നിട്ടാ പോവാ. ഫൂദ്കർ, നടന്നിട്ട് ചാടിയിട്ടൊക്കെ പहुंच എത്തുക. ഇപ്പൊ പറക്കാൻ പറ്റുന്നേ ഇല്ല, നടന്നിട്ട് ചാടിയിട്ടൊക്കെയാണ് അത് ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിൽ പോവാ. ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിൽ പോലൊക്കെ കഴിഞ്ഞു, ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് തന്നെ പോകാൻ പറ്റുന്നില്ല, അത് നടന്നിട്ടും ചാടിയിട്ടാ പോവാ. ലേക്കിൻ ദീമക് ഖാനെ കാ ഷൗക്ക് നഹീം ചൂട്ട, എന്നാൽ ചിതല് തിന്നാനുള്ള ആഗ്രഹം കുറഞ്ഞില്ല. ബീച്ച് ബീച്ച് മേം, അതിന്റെ ഇടയില് ഇടക്കിടക്ക് ഗാഡിവാല ബുത്താജേദാത്ത, ഗാഡിവാല ചീറ്റിംഗ് നടത്തും. ബുത്താദേന, ചീറ്റിംഗ് നടത്തുക. വഹ് കഹി നസർമേന ആത്ത, അത് ദൃഷ്ടിയിലൊന്നും വരില്ല, അത് കാണുന്നിടത്ത് വരില്ല. പക്ഷി ഉസ്കെ ഇന്തസാർ മേം ഗുൽത്താ രഹത്ത, പക്ഷി അവനെ കാത്തിരുന്നിട്ട് ഇന്തസാർ വെയിറ്റ് ചെയ്ത് ഗുൽത്താ രഹത്ത, തളരുമായിരുന്നു. ലേക്കിൻ ദീമകോം കാ ഷൗക്ക് ജോ ഉസേ ദാ, പക്ഷേ ചിതലിന്റെ ഷൗക്ക് അത് ഇപ്പോഴും ഉണ്ടായിരുന്നു. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, മേം ഖുദ് ദിമകേ ഡൂഡൂങ്ക, ഞാൻ സ്വയം ചിതലുകളെ അന്വേഷിക്കും. ഇസ്ലിയേ വഹ് പേഡ് पर से उतरकर जमीन पर आ गया, അത് മരത്തിന്റെ മുകളിൽ നിന്ന് മണ്ണിലേക്ക്, നിലത്തേക്ക് വന്നു, ഭൂമിയിലേക്ക് വന്നു. और घास के एक लहराते गुच्छे में, ഒരു പുല്ലിന്റെ കൂട്ടത്തിനിടയില് സിമറ്റ്കർ ബൈഠ് ഗയ, അതിനിടയിൽ ഇങ്ങനെ ആ പുല്ലുകൾക്കിടയിൽ അതിരുന്ന് ചേർന്നിരുന്നു, അതിന്റെ ഇടയിൽ പോയിരുന്നു. फिर एक दिन उस पक्षी के जी में न मालूम क्या आया, ഒരു ദിവസം ആ പക്ഷിയുടെ ചിന്തയിൽ എന്താണ് വന്നതെന്ന് അറിയില്ല. വഗൂബ് മെഹനത് സേ ജമീൻ മേം സേ ദിമക്കേം ചുൻ ചുൻകർ, അത് സ്വയം നിലത്ത് നിന്ന് ചിതലുകളെ തിരഞ്ഞിട്ട് ഖാനക്കെ ബജായ്, തിന്നാതെ ഉനേം ഇക്കട്ടാ കർണേലക, അത് കൂട്ടി വയ്ക്കാൻ തുടങ്ങി. ഇപ്പൊ ചിതലുകൾ കിട്ടിയപ്പോ തിന്നുന്നില്ല, അതിന് ഇക്കട്ടാ കർണേലക, അതിങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി, അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി, കൂട്ടി വയ്ക്കാൻ തുടങ്ങി. അബ് ഉസ്കെ പാസ് ദിമക്കോം കെ ടേർ ഹോ ഗയി, അത് കുറെ അധികം ദിമക്കേമിന്റെ ടേർ കുറെ അത് കളക്ട് ചെയ്തു, ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഗാഡി വാലേക്കോ പക്ഷി കി ബാത് സമജ് മേ നഹീ, അതിന് താഴെണ്ട് ഫിർ ഏക് ദിൻ, പിന്നെ ഒരു ദിവസം, എക്കായക്ക് വഹ് ഗാഡിവാല ദിക്കായി ദിയ, ഒരു ദിവസം പെട്ടെന്ന് ഗാഡിവാലയെ കണ്ടുമുട്ടി. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, പക്ഷിക്ക് വളരെ സന്തോഷമായി. ഉസ്നെ പുകാർ കർ കഹ, അത് വിളിച്ചിട്ട് പറഞ്ഞു, ഗാഡിവാലെ ഓ ഗാഡിവാലെ, മേൻ കബ് സേ തുമാര ഇന്തസാർ കർ രഹാ താ, ഞാൻ എപ്പം മുതൽ താങ്കളെ വെയിറ്റ് ചെയ്യുന്നതാണ്, കാത്തിരിക്കുന്നതാണ്. പൽച്ചാനി ആവാസ് സുൻകർ ഗാഡിവാല രുക്കയാ, പരിചയമുള്ള ശബ്ദം കേട്ടപ്പോൾ വണ്ടിക്കാരൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു, നിന്നു. തബ് പക്ഷിനെ കഹ, അപ്പോൾ പക്ഷി പറഞ്ഞു, ദേഖോ, നോക്കൂ, മേനെ കിത്തനി സാരി ദിമക്കേം ജമാ കർ ലി ഹൈ,
ഞാന് എന്തോരം ചിതലുകളെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ എത്രക്കധികം ചിതലുകളെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഗാഡിവാലേക്കോ പക്ഷി കി ബാത് സമജ് മേ നഹി ആയി. ഗാഡിവാലയ്ക്ക് പക്ഷി പറഞ്ഞത് മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തന കഹ. അത് അയാൾ ഇത്ര മാത്രം പറഞ്ഞു. തോ മേ ക്യാ കരൂ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? യേ മേരി ദിമക്കേൻ ലേലോ, ഈ ചിതലുകളൊക്കെ എടുത്തോളൂ. അവർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ, എന്റെ തുവലുകളൊക്കെ എനിക്ക് തിരിച്ചു തരൂ. പക്ഷീനെ ജവാബ് ദിയ, പക്ഷി ഉത്തരം പറഞ്ഞു. ഗാഡിവാല ടട്ടാക്കർ ഹസ്പട, ഗാഡിവാല പൊട്ടിച്ചിരിച്ചു, വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ഉസ്നെ കഹ, അയാൾ പറഞ്ഞു. ബേവക്കൂഫ്, വിഡ്ഢി, ഞാൻ ദിമക്കെ ബദലെ പങ്ക് ലേത്താ ഹൂം, ഞാൻ ചിതലുകൾക്ക് പകരം തൂവലാണ് എടുക്കുന്നത്. പങ്ക് ബദലെ ദിമക് നെഹിം, തുവലിന് പകരം ദിമക്ക് ഞാൻ എടുക്കുന്നില്ല. ആ എന്താ? ഓക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ വിട്ടുതരാം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടാ. ഗാഡിവാലനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാ താ. ഗാഡിവാല തുവൽ എന്ന ശബ്ദത്തിന് വളരെയധികം സ്ട്രെസ് കൊടുത്തിട്ട്, ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഗാഡിവാല ചലാ ഗയ, ഗാഡിവാല അവിടെ നിന്ന് പോയി. പക്ഷി ചട്പടാക്കർ രഹ് ഗയ, പക്ഷി ആകെ വിഷമിച്ചു. ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി, ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. അവർ അപ്പനെ മുഹ്മേ ഉസെ ദബാക്കർ ചലി ഗയി, ആ പക്ഷീനെ അതിന്റെ വായിൽ അമർത്തിയിട്ട് അത് തിന്നിട്ട് ആ പൂച്ച പോയി. അതായത് പറക്കാനൊന്നും പറ്റില്ലല്ലോ, പക്ഷിക്ക് പറക്കാനൊന്നും പറ്റാണ്ട് തൂവലിൽ നിൽക്കുക. ഒരു പൂച്ച വന്നിട്ട്, കറുത്ത പൂച്ച വന്നിട്ട് അതിനെ വായിൽ വെച്ച് അമർത്തിയിട്ട് അത് പോയി. തബു ഉസ് പക്ഷി കാ ഖൂൻ ടപക് ടപക് കർ ജമീൻ പർ ബൂന്തോം കി ലക്കീർ ബനാ രഹാ താ. അപ്പോൾ ആ പക്ഷിയുടെ രക്തം തുള്ളി തുള്ളിയായി വീണുകൊണ്ട്, ആ രക്തത്തിന്റെ തുള്ളികൾ ലക്കീർ ബനാ രഹാ താ, ഒരു രേഖ വരയ്ക്കുന്നുണ്ടായിരുന്നു. പൂച്ച കടിച്ചു പോകുമ്പോ അതിന്റെ ചോര ഇങ്ങനെ തുള്ളി തുള്ളിയായി വീണിട്ട് ഒരു രേഖ, ഒരു വര ഇങ്ങനെ വരച്ചു പോകുന്നുണ്ടായിരുന്നു. ഇതാണ് ഈ സ്റ്റോറി. അപ്പൊ ഈ സ്റ്റോറിയിൽ പറയുന്നത്, ആ പക്ഷി അഹങ്കാരം കാണിച്ചു, മടി കാണിച്ചു. ആ പക്ഷിയുടേതല്ലാത്ത ചിതലിന് വേണ്ടിയിട്ട് തൂവല് മുഴുവൻ കൊടുത്തു. അപ്പൊ വളരെ ദാരുണമായിട്ടുള്ള ഒരു ട്രാജഡി ആ പക്ഷിക്ക് വന്നു ഭവിച്ചു.